Next, 29 January shift 1, question number 22 ആണ് നമുക്ക് നോക്കാം മക്കളെ. The molar mass of the water insoluble product formed from the fusion of chromite ore with Na2CO3 in presence of O2 is. മക്കളെ ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ക്രോമൈറ്റ് ഓർ എടുക്കുന്നു, FeCr2O4 പ്ലസ് Na2CO3 പ്ലസ് O2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Na2CrO4 പ്ലസ് Fe2O3 പ്ലസ് CO2. ഇതാണ് പ്രോഡക്റ്റായിട്ട് വരിക. ഓക്കെ, ഇത് നമ്മുടെ NCERT-യിലൊക്കെ ഉള്ള റിയാക്ഷനാണ്. ഞാനിവിടെ ബാലൻസ് ചെയ്യുന്നില്ല മക്കളെ, ബാലൻസ് ചെയ്ത് കാണിക്കുന്നില്ല. NCERT-യിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പോൾ ഇതിൽ ഇൻസോല്യൂബിൾ പ്രോഡക്റ്റ് ഏതാണ് അതും NCERT-യിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ, Na2CrO4ൻ്റെ സൊല്യൂഷൻ എന്ന് തന്നെ അവർ മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് Na2CrO4 സോല്യൂബിൾ. ഇതിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ളത് Fe2O3 ആണ്. ഇത് ബേസിക്കലി ഫിൽട്ടർ ഔട്ട് ചെയ്യുമ്പോൾ എന്താ ആ പ്രസിപ്പിറ്റേറ്റ് Fe2O3 അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് Na2CrO4ൻ്റെ സൊല്യൂഷൻ കളക്ട് ചെയ്തിട്ടാണ് ഫെർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. ക്രോമേറ്റ് സോഡിയം ക്രോമേറ്റ് നമ്മൾ ബേസിക്കലി ഡൈക്രോമേറ്റ് ആക്കും. എന്നിട്ട് ആ ഡൈക്രോമേറ്റ് ബേസിക്കലി അവസാനം പൊട്ടാസ്യം ഡൈക്രോമേറ്റായി മാറും. ഓക്കെ, ഇതിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ളത് ആരാണ്? Fe2O3 ആണ്. അപ്പോൾ ഇതിൽ Fe2O3യുടെ മോളാർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Fe2O3യുടെ മോളാർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Fe2O3യുടെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ Feയുടെ എത്രയാണ്? 56. 2 Fe ഉണ്ട് പ്ലസ് 16 × 3 പ്ലസ് 16 × 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 112 പ്ലസ് 48 160 ആണ് വരിക. 160 grams per mole വിൽ ബി ദി ആൻസർ. ഇസ് എ ക്ലിയർ? 160 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ചാപ്റ്ററാണ് ക്വസ്റ്റ്യൻ? DNF ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ.